എല്ലാത്തിനും തുടക്കം എന്ന് പറയുന്നത് ഒരു ഇൻട്രോ ആണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഈ ഇൻട്രോ എടുക്കാൻ പറ്റിയ സ്ഥലം എൻ്റെ നാട് തന്നെയാണെന്ന് എനിക്ക് തോന്നി. ഹായ് വ്യൂവേഴ്സ്, ദിസ് ഇസ് രേവതി ഹിയർ. എന്നെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞാനൊരു ലോയറാണ്, പ്ലസ് ട്രാവലറാണ്. ഞാൻ ഒരുപാട് യാത്രകൾ ഇന്ത്യക്ക് അകത്തും പുറത്തുമായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ഇപ്പോഴാണ് ഒരു വ്ളോഗ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. ഞാൻ പോയ യാത്രകളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരണം എന്നൊരു ആഗ്രഹം വന്നു എന്ന് പറയാം. അപ്പോൾ ചെറിയ ഷോർട്സ് ഒക്കെ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, നിങ്ങൾ എന്തായാലും കാണാം. യാത്രകളെ ഇഷ്ടപ്പെടുന്ന ആളുകളാണ് എല്ലാവരും അല്ലേ? അപ്പോൾ ഞാനും ഒരുപാട് യാത്ര ചെയ്തിട്ടുള്ളതായിരുന്നു. പക്ഷെ എനിക്ക് ഇതുവരെ ഒരു വ്ളോഗായിട്ട് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ ഞാൻ പോയ യാത്രയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ആദ്യം പോയത് മലേഷ്യയിലായിരുന്നു ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയതിന് ശേഷം. അപ്പം അതൊരു ഡീറ്റെയിൽ ആയിട്ടുള്ള വ്ളോഗ് തന്നെ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ കൊണ്ടുവരുന്നുണ്ട്. നിങ്ങളെല്ലാവരും യൂട്യൂബ് ചാനലിൽ കണ്ടിട്ടുണ്ടാവും മലേഷ്യയിലെ പലതരം വീഡിയോസ്. പക്ഷേ ഞാൻ നിങ്ങൾക്ക് 2-3 പ്ലേസസ് പ്രത്യേകം ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും അത് കാണാം, അഭിപ്രായങ്ങൾ പറയാം, കമൻറ്റ് ചെയ്യാം. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ ഞാനത് ഇമ്പ്രൂവ് ചെയ്യുന്നതാണ്. ഇനി പോകുന്ന യാത്രകളൊക്കെ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കാൻ ശ്രമിക്കാം. അപ്പം എന്തായാലും വീഡിയോസ് ഒക്കെ കണ്ടിട്ട് അഭിപ്രായങ്ങൾ പറയാം. ഓക്കെ. രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മൾ പൊതുവെ കാണുന്ന ഒരു കാഴ്ച എന്താ? ഒന്നെങ്കിൽ ഒരു വാള്, അല്ലെങ്കിൽ ഒരു ഫോട്ടോ, അതും അല്ലെങ്കിൽ അടുത്ത് കിടക്കുന്ന ആളെ. വിൻഡോ സൈഡ് ആയതുകൊണ്ട് ഞാൻ ഈ ഒരു കാഴ്ച കണ്ടിട്ടായിരുന്നു എഴുന്നേറ്റത്. വളരെ ബ്യൂട്ടിഫുള്ളായ ഈ ഒരു കാഴ്ച. കാലിക്കറ്റിൽ നിന്നും ഞങ്ങൾ കോലാലംപൂരിലേക്ക് പോയത് എയർ ഏഷ്യയുടെ ഫ്ലൈറ്റിലായിരുന്നു. ട്രാവൽ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ വഴിയെ പറഞ്ഞു തരാം. അപ്പോൾ ഗുഡ് മോർണിംഗ് മലേഷ്യ. മലേഷ്യയിൽ രാവിലെ 7:15 ഞങ്ങൾ ലാൻഡ് ചെയ്തിരിക്കുകയാണ്. ഞങ്ങൾ ഫ്രഷായി നേരെ പോയ പ്ലേസ് ഏതാണെന്നല്ലേ അറിയണ്ടേ. ഇതാണ് ബേർഡ്സ് പാർക്ക്. കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമാണ്. ഞങ്ങൾ ആദ്യം തന്നെ ഇവിടെയായിരുന്നു പോയിരുന്നത്. എൻട്രി ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു ബാൻഡ് കയ്യിൽ കെട്ടി തരുന്നതാണ്. എക്സിറ്റ് വരെ ഇത് നമ്മുടെ കയ്യിലുണ്ടാകും. ഇതാണ് ഫൗസി ബ്രോട്ടോ. മൂപ്പരാണ് ഞങ്ങളുടെ ഡ്രൈവർ പ്ലസ് ഗൈഡ്. എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ട് ഞങ്ങളെ ഉള്ളിലേക്ക് കയറ്റിയത്. ഇദ്ദേഹത്തെ കറക്റ്റ് ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടില്ല. ഐ എം വെരി സോറി ഫൗസി ബ്രോ. അങ്ങനെ ഞങ്ങൾ ഉള്ളിലേക്ക് കയറുകയാണ്. താരയ്ക്ക് സംഭവം എന്തായാലും പിടികിട്ടിയിട്ടില്ല. കാരണം താരയ്ക്ക് ഇപ്പം മനസ്സിലാവാനുള്ള പ്രായം ആയിട്ടില്ല, 3 വയസ്സല്ലേ ആയിട്ടുള്ളൂ. അങ്ങനെ ഞങ്ങൾ ഉള്ളിലേക്ക് കയറുമ്പോൾ കാണുന്ന കാഴ്ചയാണ്. നിങ്ങൾക്ക് എന്താ മനസ്സിലാവുന്നത്? ഫുൾ നെറ്റിലെ നെറ്റിൻ്റെ ഉള്ളിലാണ് ഈ കിളികളൊക്കെ എത്തുന്നത്. നിങ്ങൾക്കറിയാം, ഇത് സിറ്റിയുടെ സെൻട്രലായിട്ട് നിൽക്കുന്ന ഒരു പ്ലേസാണ്. ഇയാളെ നോക്കിയേ, ഇയാളെയാണ് ഞാൻ കൂടുതൽ ഇവിടെ കണ്ടത്. നമ്മുടെ സ്വന്തം മയിലൊക്കെ നമ്മുടെ കൂടെ നടക്കും. താരം കുറേ നേരം നോക്കി നിന്ന് എന്താ സംഭവം. പിന്നെ അവൾ അവരെ കൂടെ നടക്കുന്നു, അവരോട് എന്തൊക്കെയോ പറയുന്നു. നിങ്ങളൊന്ന് കണ്ടു നോക്കിയേ.
കണ്ടില്ലേ, ഫുൾ നെറ്റ് കൊണ്ടാണ് അവർ സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്. സിറ്റിയുടെ സെൻട്രൽ ആയതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചിട്ടാണ് അവരിത് സ്ട്രക്ചർ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു ഫോറസ്റ്റ് ഏരിയ ക്രിയേറ്റ് ചെയ്യാനും ഇവർ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ ബേർഡ്സ് കുറവായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. കൂടുതൽ ഞാൻ മയിലിനെയാണ് കണ്ടിട്ടുള്ളത്. ഈ മാപ്പ് നോക്കിയാൽ നമുക്ക് കറക്റ്റ് മനസ്സിലാക്കാം നമ്മൾ എവിടെയാണ്, എവിടുന്ന എക്സിറ്റ് അടിക്കേണ്ടതെന്നൊക്കെ. സമയം 3:20. ഇവിടെ 3:30 ബേർഡ്സിൻ്റെ ഒരു ഷോ ഉണ്ട്. ഒരു ഷോ ഉണ്ട് എന്ന് പറഞ്ഞില്ലേ, ആ ഷോ കാണാനുള്ള വെപ്രാളാണ് കേട്ടോ ഇത്. ഞാൻ ഈ നടന്ന് ഷൂട്ട് എടുത്ത് ചെല്ലുമ്പോൾ തന്നെ ഞാൻ ടയേർഡായിട്ടുണ്ട്. നല്ല പൊരി വെയിലായിരുന്നു. ഈ ഉച്ച നേരത്ത് നടക്കാന്ന് പറയുന്നത് എന്ത് ബുദ്ധിമുട്ടാന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതല്ലേ. പോകുന്ന വഴി ഞാൻ ഇങ്ങനൊരു സംഭവം കണ്ടു, പക്ഷികളെ വെച്ചൊരു ഫോട്ടോഷൂട്ട്. പക്ഷെ ഞാൻ ആ ഏരിയയിലേക്ക് പോയിട്ടില്ലായിരുന്നു. നമുക്ക് 3:30 ഷോ ഉണ്ടല്ലോ, ആ ഷോക്ക് വേണ്ടിയിട്ടുള്ള ഓട്ടായിരുന്നു ഇത്. പോകുന്ന വഴി ഇവന്മാരെയൊക്കെ കണ്ടിട്ടാണ് ഞാൻ പോകുന്നത്. ഷോ തുടങ്ങിയോന്നറിയില്ല, എന്തായാലും നമുക്കൊന്ന് ചെന്ന് നോക്കാം. ഈ പൊരി വെയിലത്ത് ഇവന്മാരൊക്കെ എങ്ങനെയാവും ഇവിടെ നിൽക്കുന്നത്? ഞങ്ങൾ പോയ സമയത്ത് നല്ല ചൂടായിരുന്നു, അതുകൊണ്ട് തന്നെ വരുമ്പോൾ കരിഞ്ഞിട്ടാണ് വന്നത്. ഇടയ്ക്കൊക്കെ മഴ കിട്ടിയിരുന്നു, പക്ഷെ എന്നാലും കൂടുതലും ചൂട് തന്നെയായിരുന്നു. താരം നടന്നെത്തുമ്പോഴേക്കും കുറച്ച് നേരമാവുമെന്ന് വിചാരിച്ചിട്ട് സുഭാഷേട്ടൻ അവിടെയും കൊണ്ടിട്ടാണ് ഓടിയത്. ഞാനാണ് എങ്കിൽ പതുക്കെയാണ് നടക്കുന്നത്. എനിക്ക് സ്പീഡിൽ നടക്കാൻ ഭയങ്കര മടിയായിട്ടുണ്ടായിരുന്നു. സ്പീഡിൽ നടന്ന ഷോ കാണാമെന്നുള്ള ഒരു നോട്ടം നോക്കിയിട്ടാണ് സുഭാഷേട്ടൻ വേഗം മുന്നോട്ട് നടന്നത്. ട്രക്കർ കാണാൻ അടിപൊളിയല്ലേ. ഞങ്ങൾക്ക് 6:30 ഇനി അടുത്ത പ്രോഗ്രാം. അതുവരെ ഞങ്ങൾ ടൈം അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലത്ത് ഇറങ്ങിയിരുന്നു. അവിടെ ഒരുപാട് മങ്കീസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഈ യാത്ര അടിപൊളിയായിരുന്നു. ഒരു പ്രോഗ്രാം ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അത് ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പൊ വൈകുന്നേരം ഒരു 5:30 ആയിട്ടുണ്ട്. ഞങ്ങൾ കാണാൻ പോകുന്നത് ആര്യാന്നല്ലേ, മിന്നാമിനിങ്ങിനെ. നമ്മളിപ്പോ പോകുന്നത് പരുന്തിനെ തീറ്റ കൊടുക്കാനാണ്. അത് കഴിഞ്ഞിട്ടാണ് മിന്നാമിനിങ്ങിനെ കാണാൻ പോകുന്നത്. പരുന്തിന് തീറ്റ കൊടുക്കാന്ന് കേട്ടപ്പോ എന്താന്ന് എനിക്ക് മനസ്സിലായില്ല. കാരണം ഞങ്ങൾ മിന്നാമിനിങ്ങിനെ കാണാനാണല്ലോ പോകുന്നത്. അതിന്റെ ഇടയിൽ എന്തിനാ ഈ പരുന്തിന് തീറ്റ കൊടുക്കുന്നേ?
ശരിക്കും എങ്ങോട്ടാ പോകുന്നത്, എങ്ങനെയാ കൊടുക്കുന്നത്, എങ്ങനെ കുറെ ചോദ്യങ്ങൾ മനസ്സിലുണ്ടായിരുന്നു. കണ്ടൽക്കാടാണ് ഈ കാണുന്നത് മുഴുവൻ. അതിന്റെ ഉള്ളിൽ കൂടെയാണ് ഞങ്ങൾ കടലിലേക്ക് പോകുന്നത്. താരയ്ക്ക് ഭയങ്കര പേടിയുണ്ടായിരുന്നു. ഇത് നോക്കിയേ, ഇതാണ് പോലും പരുന്തിന് തീറ്റ കൊടുക്കുന്നത്. പക്ഷെ ഇത് പരുന്തിന് തീറ്റ കൊടുക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇതെന്ത് ബ്യൂട്ടിഫുൾ ആയിട്ട് വ്യൂ അറിയാം. ഫോണിലൂടെ കാണുന്ന പോലെയല്ല ശരിക്കും നമ്മൾ കാണുന്നത്. എന്ത് രസാറിയോ. പരുന്ത് മാത്രല്ല എല്ലാ തരം പക്ഷികളും ഉണ്ടായിരുന്നു. അത് ആ സൺസെറ്റിന്റെ കൂടെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയാട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ സൺസെറ്റ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇതാ പതുക്കെ മിന്നാമിനിങ്ങനെ കാണാൻ പോവാണ്. കുറച്ച് ദൂരം പോവാനുണ്ടായിരുന്നു. വളരെ ഇരുട്ടിയാലല്ലേ നമുക്ക് കാണാൻ പറ്റുള്ളൂ മിന്നാമിനിങ്ങനെ. ഇത് നോക്കിക്കേ. പക്ഷെ ഫോണിൽ അധികം ക്ലിയർ ആയിട്ട് എനിക്ക് തോന്നിയില്ല. നേരിട്ട് കാണുമ്പോഴാണ് കുറച്ചുകൂടെ മനസ്സിലാവുന്നത്. അല്ലെങ്കിൽ രാത്രി ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത്ര ക്ലിയർ ഉണ്ടാവില്ലല്ലോ. ഇതായിരുന്നു ആദ്യ ദിവസം. ഇനി അടുത്ത ദിവസം നമുക്ക് വഴിയെ കാണാം.